സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. അവഞ്ചേഴ്സ് ഗ്യാങ് ഡൈനാസ്റ്റിയുടെ ലീക്ക്ഡ് സ്ക്രിപ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസാണ് കുറച്ചധികം നാളായിട്ട് നമ്മൾ പാർട്സ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സംഭവം ഇനി എന്തെങ്കിലും വലിച്ചു നീട്ടലും പരിപാടിയൊന്നുമില്ല, ഇതായിരിക്കും ഇതിൻ്റെ അവസാനം. സംഭവം ഇത് വേണമെന്ന് വെച്ചിട്ട് വലിച്ചു നീട്ടിയതൊന്നുമല്ല, കാര്യം ഇത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആ ഒരു ഇമോഷൻസും പരിപാടികളൊക്കെ കറക്റ്റായിട്ട് കണക്ട് ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള 3 പാർട്സും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് കാണാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ അതൊന്ന് ഓടിപ്പോയി കണ്ടിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും. ലിങ്കും മറ്റു പരിപാടികളും കമന്റ് ബോക്സിൽ ഞാൻ പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. സമയവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. Let's talk about Avengers: The Kang Dynasty. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ പടത്തിൻ്റെ ക്ലൈമാക്സിൽ ആൻഡ്മാനുമായിട്ട് നടത്തിയ ആ ഒരു വലിയ ഫൈറ്റിന് ശേഷം ബിയോണ്ട് വേൾഡ്സിലെത്തിയ കാങ്ങിനെയാണ് ഇപ്പോൾ നമ്മളെ കാണിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞു കൂട്ട് പുള്ളിയുടെ തന്നെ ഇമോഷൻസിൻ്റെയും റിഗ്രറ്റ്സിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ക്ലോൺസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ഫിസിക്കലിയും മെൻ്റലിയും വൻ ശോകാവസ്ഥയിൽ നിൽക്കുവാണ്. പക്ഷെ പതിയെ കാങ്ങിന് താൻ എങ്ങനെ ഇവിടെ എത്തി, തൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പതിയെ ഒരു വ്യക്തത വരുവാണ്. തൻ്റെ പാസ്റ്റിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നും കാങ്ങിന് ഓർമ്മ വരുവാണ്. കാങ്ങിന് ചെറുപ്പം മുതൽ ഒരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളായിരുന്നു റവോണ. ഒരുപാട് കുന്നും മലയും പാടമൊക്കെ ഉള്ള ഒരു ഗ്രാമപ്രദേശത്താണ് അന്ന് കാങ് ജീവിച്ചിരുന്നത്. അവിടെ പുള്ളിക്ക് ആകെയുള്ളൊരു കൂട്ട് എന്ന് പറയുന്നത് റവോണയായിരുന്നു. അങ്ങനെ സ്വാഭാവികമായും അവരുടെ ഒരു സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് മാറി അവരെങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ എല്ലാം കൊണ്ട് സന്തുഷ്ടമായ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു കാങ്ങിന്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത്. റവോണയും പ്രഗ്നന്റ് ആവുകയാണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ആ ഒരു ലോകം കാങ്ങിനെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. അതിൽ കൂടുതലൊന്നും കാങ്ങും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഈ സെയിം ടൈമിലാണ് കാങ്ങിന്റെ തന്നെ വേരിയൻസ് ആയിട്ടുള്ള ഇമോട്ടസും റമാട്ടൂട്ടും സെഞ്ചൂറിയനും ചേർന്ന് ഒരു കാങ് കൗൺസിൽ തന്നെ രൂപീകരിച്ചിട്ട് മൊത്തം വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു പ്ലാനുമായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അറിയാലോ, സ്വാഭാവികമായും ഇവരുടെ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സ് എല്ലാം നശിപ്പിച്ച് ഇവരുടേതായ ഒരു ലോകം ഇവർക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ റവോണയൊക്കെ അടങ്ങുന്ന കാങ്ങിന് പ്രിയപ്പെട്ട ആ ഒരു ലോകം അങ്ങേർക്ക് നഷ്ടപ്പെടും. സോ തനിക്കിഷ്ടപ്പെട്ട എല്ലാവരും അടങ്ങുന്ന തനിക്കിഷ്ടപ്പെട്ട ആ ഒരു ലോകത്തെ നശിപ്പിച്ച് കളയാനായിട്ട് കാങ്ങിനും മനസ്സ് വരത്തില്ല, സ്വാഭാവികമാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ കാങ് നമ്മുടെ മൊത്തം കാങ് കൗൺസിലിനെയും എതിർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റിബൽ മൂഡിൽ ഈ കാങ് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇമോട്ടസ് കാങ് കണ്ടുപിടിക്കുവാണ്. അങ്ങനെ ഇമോട്ടസ് കാങ് നമ്മുടെ ഈ കാങ്ങിനെ ക്യാപ്ചർ ചെയ്യുവാണ്. അങ്ങനെ കാങ്ങിനെ പുള്ളി സഞ്ചരിക്കുന്ന ആ ഒരു ടൈം ചെയറിനോട് കൂടെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഇമോട്ടസ് കാങ് പറയുവാണ്, നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ എതിർക്കാനാണ് ഭാവമെങ്കിൽ അതിൻ്റെ ഫലം നീ അനുഭവിക്കും. ഇമോട്ടസ്, ഞാൻ ഒന്നിനും എതിരല്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തു, പക്ഷെ എൻ്റെ ഭാര്യയെയും എൻ്റെ ആ ലോകത്തെയും വെറുതെ വിട്ടേക്ക്, ഞങ്ങളവിടെ സമാധാനത്തോടെ ജീവിച്ചോളാം. എന്നാൽ ഈ ഡയലോഗടിയൊന്നും കേട്ടിട്ട് ഇമോട്ടസ് ഒട്ടും കുലുങ്ങിയില്ലെന്ന് മാത്രമല്ല, ആദ്യമായിട്ട് പുള്ളിയെ നശിപ്പിച്ച ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാങ്ങിൻ്റെ യൂണിവേഴ്സ് ആയിരുന്നു. കാങ്ങും എങ്ങനെയൊക്കെയോ ആ ഒരു ഇമോട്ടസിൻ്റെ ആർമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ യൂണിവേഴ്സിലേക്ക് എത്തി റവോണയെ വാൺ ചെയ്യാനായിട്ട് എത്തിയപ്പോഴത്തേക്കും എല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു യൂണിവേഴ്സ് ചാരമായി കിടക്കുകയായിരുന്നു. തൻ്റെ സ്ഥലത്തേക്ക് എത്തിയ കാങ് കാണുന്നത് ഗർഭിണിയായ റവോണയെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നേക്കുവാണ്. ഒന്നും ചെയ്യാനാവാതെ എല്ലാം നഷ്ടപ്പെട്ട് നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാങ്ങിൻ്റെ അടുത്തോട്ട് ഇമോട്ടസും വരികയാണ്. അപ്പോൾ ഈ കാങ്ങിന് മൾട്ടിവേഴ്സുകളിലൂടെ യാത്ര ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൈം ചെയറുണ്ടായിരുന്നു. ഇമോട്ടസ് അത് മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കുവാണ്. എന്നിട്ട് നേരെ ഈ കാങ്ങിനെ ക്വാണ്ടം പ്രളയത്തിലോട്ട് അങ്ങ് അയക്കുവാണ്. എന്നാൽ ആ ക്വാണ്ടം പ്രളയത്തിലോട്ട് നാട് കടത്തപ്പെടുന്ന ആ ഒരു അവസരത്തിൽ തന്നെ ഇമോട്ടസിനോടായിട്ട് കാങ് പറയുകയാണ്, നീ എല്ലാം നേടി നിന്റെ സാമ്രാജ്യം ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷം എനിക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം പകരം ചോദിക്കാൻ ഞാൻ തിരിച്ചു വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാങ് ക്വാണ്ടം പ്രളയത്തിലോട്ട് എത്തിപ്പെടുന്നതും അതിനുശേഷം ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ പടത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നതും അതിനുശേഷം ഇപ്പോൾ ബയോണ്ട് വേൾഡ്സിലെ ട്രാപ്പായിരിക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാങ്ങിന് പതിയെ ഓർമ്മ വരുവാണ്. ആൻഡ് ഓർമ്മ വരുന്നു എന്ന് മാത്രമല്ല, ആ ഒരു ബയോണ്ട് വേൾഡ്സിൽ കാങ് പതിയെ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് തൻ്റെ ചുറ്റുമുള്ള ആ ഒരു ക്ലോൺസിനെ, അതായത് തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആ ക്ലോൺസിൻ്റെ മേലൊക്കെ പതിയെ കാങ്ങിന് ഒരു കൺട്രോളും കിട്ടുവാണ്. തൻ്റെ പാസ്റ്റിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അതിനുശേഷം തനിക്ക് നഷ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ എന്താണെന്നൊക്കെ കാങ്ങിന് മനസ്സിലാവുകയാണ്. തൻ്റെ കൂടെയുള്ള ക്ലോൺസിനെ എല്ലാം ഒരു ആർമിയാക്കി ആ ഒരു ബയോണ്ട് വേൾഡ്സിൽ നിന്ന് കാങ് പുറത്തോട്ട് കടക്കുവാണ്. ചുമ്മാ കടക്കുന്നത് മാത്രമല്ല, ആ ഒരു മുഴുവൻ ബയോണ്ട് വേൾഡ്സിൻ്റെ കോസ്മിക് പവർ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് കാങ് പുറത്തോട്ട് വരുന്നത്. അങ്ങനെ ബയോണ്ടർ കാങ് ആയിട്ട് മാറുകയായിരുന്നു. ഇതേ സമയം പുറത്ത് ടോണി സ്റ്റാർക്ക് നിർമ്മിച്ച ആ ഒരു അയൺ ബങ്കറിൽ മിച്ചമുള്ള അവഞ്ചേഴ്സ് എല്ലാം കൂടെ ഒത്തുകൂടി ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇനി അടുത്ത നീക്കം എന്നുള്ള കാര്യത്തെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആർക്കും ഒന്നിനെക്കുറിച്ചും പ്രത്യേകിച്ചൊരു വ്യക്തതയില്ല. അധികം വൈകിയില്ല, ഇമോട്ടസ് കാങ് പുള്ളിയുടെ ഒരു ആർമിയുമായിട്ട് ആ ഒരു അയൺ ബങ്കർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങോട്ടും എത്തുവാണ്. ഇമോട്ടസുമായിട്ട് സംസാരിക്കുവാനായിട്ട് ക്യാപ്റ്റൻ അമേരിക്കും ആ ഒരു അയൺ ബങ്കറിന്റെ കവാടത്തിന്റെ അടുത്തേക്ക് വരുവാണ്. ക്യാപ്റ്റനെ കണ്ടതും ഇമോട്ടസ് ക്യാപ്റ്റനോടായിട്ട് പറയുന്നു, നീ നല്ലൊരു പോരാളിയാണ്, നീ എൻ്റെ മുമ്പിൽ മുട്ടുമടക്കി എൻ്റെ കൂടെ ചേര്, നീ ആഗ്രഹിക്കുന്നത് എന്തും നിനക്ക് ഞാൻ തരാം. കാങ്ങിൻ്റെ ഈ ഒരു ഓഫർ കേട്ടിട്ട് ക്യാപ്റ്റൻ അമേരിക്ക ആദ്യം തന്നെ നോക്കിയത് തൻ്റെ ഷീൽഡിലേക്കാണ്. സ്റ്റീവ് റോജേഴ്സിൻ്റെ മുഖം ക്യാപ്റ്റൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഈ ഒരു ഷീൽഡും ഈ ഷീൽഡ് എനിക്ക് തന്ന വ്യക്തിയും എന്നെ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതെൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം നീ പറയുന്നതൊന്നും നടക്കില്ല. ബിക്കോസ് വി ആർ.
ക്യാപ്റ്റൻ ഇത് പറഞ്ഞു കഴിഞ്ഞത് മൊത്തം അവഞ്ചേഴ്സും ഒരേ സമയം തങ്ങളുടെ പവേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് ഒരു വലിയ അറ്റാക്ക് തന്നെ നമ്മുടെ ഇമോർട്ടസ് ഗാങ്ങിന് നേരെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റനും തന്റെ ഷീൽഡ് ഫുൾ ഫോഴ്സിൽ ഇമോർട്ടസിന് നേരെ വീശുവാണ്. അങ്ങനെ ഇത്രയും വലിയൊരു പവർ സോഴ്സിൽ പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇമോർട്ടസ് ഗാങ്ങും ആ ഒരു അറ്റാക്കിൽ എഫക്റ്റ് ആയിട്ട് രണ്ടടി പുറകോട്ട് തിരിച്ചു വീഴുവാണ്. നമ്മുടെ ആശാനെ തന്നെ ഇവന്മാർ മലർത്തിയല്ലോ എന്നുള്ളൊരു രീതിക്ക് ഇമോർട്ടസിന്റെ ആർമിയും ഒരു നിമിഷത്തേക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആവാണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ. എന്നാൽ ആ ഒരു അറ്റാക്കിൽ നിന്ന് പുല്ല് പോലെ റിക്കവർ ആയ ശേഷം തന്നെ മേത്തുള്ള പൊടിയും തട്ടിക്കളഞ്ഞേച്ച് ഇമോർട്ടസ് ഗാങ് ഫുൾ പവറിൽ തിരിച്ചു വരുവാണ്. നിങ്ങളുടെ കുട്ടിക്കളിക്ക് ഇനി എനിക്ക് സമയമില്ല, ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് തീർത്തേക്കാം. അവിടെ നിന്ന് അങ്ങനെ ഇമോർട്ടസ് ഗാങ് ഫുൾ റേജിൽ ഒട്ടും ഹോൾ ബാക്ക് ചെയ്യാതെ തന്റെ മുമ്പിൽ വരുന്നവരെ എല്ലാം ലിറ്ററലി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണി കാണുന്ന അവഞ്ചേഴ്സിനെ എല്ലാം തെരഞ്ഞു പിടിച്ചു കൊല്ലുവാണ്. ഇമോർട്ടസിന് മുമ്പ് ചെറിയൊരു വെല്ലുവിളി ഉയർത്താൻ പോലും ഒറ്റൊരു അവഞ്ചേഴ്സ് മെമ്പേഴ്സിന് പോലും പറ്റുന്നില്ല. ഇമോർട്ടസ് അങ്ങനെ ലിറ്ററലി അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ഷാങ്സിയുടെ പക്കലും എത്തുവാണ്. ഷാങ്സി ആണെങ്കിൽ തന്റെ കയ്യിലുള്ള 10 റിങ്സ് വെച്ചിട്ട് മൊത്തം പവർ അബ്സോർബ് ചെയ്തിട്ട് ഒരു വലിയ അറ്റാക്ക് തന്നെ ഇമോർട്ടസിന് നേരെ അഴിച്ചു വിടുവാണ്. ആൻഡ് അതിന് പകരമായിട്ട് നമ്മുടെ ഇമോർട്ടസ് ഗാങ്ങും തന്റെ കയ്യിലുള്ള നെഗാബാൻസ് വെച്ചിട്ട് ഒരു അറ്റാക്ക് ഷാങ്സിക്ക് നേരെ അങ്ങ് പടച്ചു വിടുവാണ്. ആൻഡ് ഈ ഒരു നെഗാബാൻസിന്റെ കാര്യം പറയുവാനാണെങ്കിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഇതിന് 10 റിങ്സിനേക്കാളും കൂടുതൽ പവർ കൊടുക്കാനായിട്ട് പറ്റും. തൽഫലമായി ഷാങ്സിക്കും അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കാങ്ങിന്റെ ഒരു അറ്റാക്കിൽ ഷാങ്സിയും മരിച്ചു പോകുന്നു. ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആരുമില്ലാതെ ഷാങ്സിയുടെ കയ്യിൽ ആ 10 റിങ്സ് താഴെ വീഴുന്നു. അങ്ങനെ ഒടുവിൽ ഇമോർട്ടസ് താൻ തേടി വന്നത് സ്വന്തമാക്കിയിരിക്കുന്നു. ആ ഒരു 10 റിങ്സിന് നേരെ ഇമോർട്ടസ് പതിയെ തന്റെ കൈ ഉയർത്തുവാണ്. അതിന് ആ ഒരു 10 റിങ്സും വായുവിൽ ഉയർന്ന് നേരെ ഇമോർട്ടസിന് നേരെ വരുവാണ്. അതിപ്പോൾ ഈ 10 റിങ്സ് ആയാലും നെഗാബാൻസ് ആയാലും കാങ്ങിന്റെ ഒരു മിത്തോളജിയുടെ പരിധിയിൽപ്പെടുന്ന സാധനങ്ങളാണ്. സോ അതുകൊണ്ടാണ് പുള്ളിക്ക് അതിനേക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് തന്റെ അടുത്തോട്ട് വരുത്താനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ 10 റിങ്സ് വായുവിലൂടെ നേരെ നമ്മുടെ കാങ്ങിന്റെ കൈകളിലേക്ക് തൊട്ടില്ല എന്ന മട്ടിൽ എത്തിയ സമയത്ത് തന്നെ അത് പെട്ടെന്ന് ദിശ മാറി നേരെ ആകാശത്തിലോട്ട് പോവുകയാണ്. കാങ്ങിനും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സോ എങ്ങോട്ടാണ് ഈ 10 റിങ്സ് പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനോടെ തന്നെ കാങ്ങും കാങ്ങിന്റെ ആർമിയും ആകാശത്തോട്ട് ഇങ്ങനെ വായും വളർന്നുകൊണ്ട് നോക്കിയിരിക്കുന്ന സമയത്ത് അവരത് കാണുവാണ്. ആകാശത്തിലൂടെ ബിയോണ്ടർ കാങ് പുറത്തോട്ട് വരുന്നു. ആ 10 റിങ്സ് നേരെ നമ്മുടെ ബിയോണ്ടർ കാങ്ങിന്റെ കൈകളിലോട്ട് കയറുവാണ്. ആൻഡ് അതിന്റെ മൊത്തം പവറും ബിയോണ്ടർ കാങ് അബ്സോർബ് ചെയ്യുന്നു. ചുമ്മാ വന്നു എന്ന് മാത്രമല്ല, അവർ മൊത്തം ബിയോണ്ട് വേഴ്സിന്റെയും പവർ അബ്സോർബ് ചെയ്ത് തന്റെ ക്ലോൺസിന്റെ തന്നെ ഒരു ആർമിയും ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു 10 റിങ്സിന്റെ പവറും കൂടെ ആയിട്ട് ഒരു സുപ്രീം വേർഷനിൽ തന്നെയാണ് കാങ് വന്നിട്ടുള്ളത്. ഇവൻ ഇനിയും ചത്തില്ലെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കാങ്ങിന്റെയും കാങ്ങിന്റെ ആർമിനെയും അഡ്രസ് ചെയ്തുകൊണ്ട് ബിയോണ്ടർ കാങ് പറയുവാണ്, പറഞ്ഞിരുന്നില്ലേ ഇമോർട്ടസ്, ഞാൻ തിരിച്ചു വരുമെന്ന്. ഇമോർട്ടസ് ഗാങ്ങിന്റെ തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. താൻ ഈ പെടാപ്പാട് കഴിച്ച് നേടിയെടുത്ത ഈ ഒരു 10 റിങ്സ് ഒരൊറ്റ സെക്കൻഡിൽ നേരെ അങ്ങ് വേറൊരുത്തൻ്റെ കയ്യിലോട്ട് പോയത് പുള്ളിക്ക് അങ്ങനെ വെറുതെ സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നീ സ്നേഹിച്ച പെണ്ണിനെയും നിന്റെ ലോകത്തെയും ഇല്ലാതാക്കിയപ്പോൾ നിന്നെ ബാക്കി വെച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. സാരമില്ല, ഞാനതിപ്പോൾ തിരുത്തിക്കോളാം. അങ്ങനെ ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള മൾട്ടിവേഴ്സ് ബാറ്റിൽ തന്നെ ആരംഭിക്കുന്നത്. ഇമോർട്ടസ് ഗാങ്ങും ബിയോണ്ടർ ഗാങ്ങും തമ്മിൽ, ലിറ്ററലി കാങ്ങും തമ്മിൽ. ആൻഡ് ഈ ഒരു ബാറ്റിൽ നടക്കുന്നത് ജസ്റ്റ് എർത്ത് 616 മാത്രമല്ല, ഇവരുടെ ഓരോ അടിക്കും ഇവർ ഓരോ യൂണിവേഴ്സ് മാറി മാറി കയറുവാണ്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചും പിന്നെ അമേരിക്ക ചാവസും കൂടി ഒരുപാട് മൾട്ടിവേഴ്സിൽ കൂടെ ഇങ്ങനെ തലങ്ങും മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള സീക്വൻസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു രീതിക്ക് തന്നെ ഇവരുടെ ആ ഒരു ഫൈറ്റ് പല മൾട്ടിവേഴ്സുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ആൻഡ് ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഓരോ സ്ഥലവും ഇവരുടെ ആ ഫൈറ്റിന്റെ കൂടെ തന്നെ നശിച്ചു പോവാണ്. കാരണം അത്രയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്കാണ് രണ്ടുപേരും ഇങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സോ ഇവരുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള അറ്റാക്കിൽ ഓരോരോ മൾട്ടിവേഴ്സുകളായിട്ട് ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക്കി ഒത്ത നടുക്കിരുന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മൾട്ടിവേഴ്സ് ട്രീ തന്നെ ഇവരുടെ ആ ഒരു ഫൈറ്റിൽ ആടി ഒലഞ്ഞു പോവാണ്. ലോക്കിയുടെ കൺട്രോളിലും മേലെ കാര്യങ്ങൾ പോകുന്നു. ലോക്കിക്ക് ഇതൊന്നും പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നുമില്ല. അങ്ങനെ നശിച്ചു പോകുന്ന ഈ ലോകങ്ങളുടെ കൂട്ടത്തിൽ എർത്ത് 616 നശിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പ് ടിവിയിൽ ഫണ്ടാസ്റ്റിക് ഫോറിന്റെ സഹായത്തോടു കൂടി അവർ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ലൈഫ് ക്രാഫ്റ്റിൽ എർത്ത് 616 അവശേഷിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി കുറച്ച് അവഞ്ചേഴ്സ് എർത്ത് 616 വരുവാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നത് ആകെ സ്പൈഡർമാനും മിസ് മാർവലും മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും ക്യാപ്റ്റൻ അമേരിക്ക, തോർ, ആൻഡ്മാൻ തുടങ്ങിയ എല്ലാ അവഞ്ചേഴ്സ് ടീമിലെ മെമ്പേഴ്സും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ലൈഫ് ക്രാഫ്റ്റിന്റെ ഉള്ളിൽ അവശേഷിക്കുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്, അതായത് ടിവിക്ക് പുള്ളി നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് പിന്നെ എല്ലാ യൂണിവേഴ്സുകളിലെയും ആങ്കർ ബീയിങ്സിനെ ആ ഒരു ലൈഫ് ക്രാഫ്റ്റിൽ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫണ്ടാസ്റ്റിക് ഫോർ മെമ്പേഴ്സ്. സോ അവരൊക്കെയാണ് ഇപ്പോൾ ആ ഒരു ലൈഫ് ക്രാഫ്റ്റിൽ അവശേഷിക്കുന്നത്. എന്നാൽ അവരിങ്ങനെ ഈ ലൈഫ് ക്രാഫ്റ്റിൽ സർവൈവ് ചെയ്യുന്നു എന്നാൽ കവിഞ്ഞ് അവർക്ക് ഈ ഒരു ബാറ്റിൽ കൂടുതൽ റോളൊന്നുമില്ല, ചുമ്മാ കണ്ടു നിൽക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ക്യാങ്ങിന്റെയും ആ ഒരു വലിയ ഫൈറ്റ് ഇവരിങ്ങനെ ആ ഒരു ലൈഫ് ക്രാഫ്റ്റിനുള്ളിൽ ഇരുന്ന് ലിറ്ററലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിയോണ്ടർ ക്യാങ്ങിന്റെയും ഇമോർട്ടസ് ക്യാങ്ങിന്റെയും ആ ഒരു ഫൈറ്റ് അതിന്റെ അവസാനത്തിലോട്ട് അടുക്കുവാണ്. ലോക്കി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ മൾട്ടിവേഴ്സ് ട്രീയുടെ അടുത്ത് ചെന്നിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അവിടെ അവരുടെ ഫൈറ്റിന്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ഓരോ മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് അവർ മൊത്തം മൾട്ടിവേഴ്സ് ട്രീ തന്നെ ഡീസ്റ്റേബിലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ബിയോണ്ടർ ക്യാങ് ഇമോർട്ടസ് ക്യാങ്ങിന്റെ കഴുത്തിന് ചുറ്റും ആ ഒരു വലിയ മൾട്ടിവേഴ്സ് ട്രീയുടെ ഒരു ബ്രാഞ്ച് തന്നെ ചുറ്റിപ്പിടിച്ച് കഴുത്തിന് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാണ്. അങ്ങനെ ഇമോർട്ടസ് ക്യാങ്ങിന്റെ മരണശേഷം പുള്ളിയുടെ കയ്യിലുള്ള 2 നെഗാബാൻസും ഇപ്പോൾ നമ്മുടെ ബിയോണ്ടർ ക്യാങ്ങിന്റെ കയ്യിലെത്തുന്നു. അങ്ങനെ ഓൾറെഡി സൂപ്പർ ഓപ്പോർഡായിരിക്കുന്ന ബിയോണ്ടർ ക്യാങ്ങിന് ഇപ്പോൾ ആ 2 നെഗാബാൻസിന്റെ പവറും കൂടെ കിട്ടിയതിന് ശേഷം പുള്ളി ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറുവാണ്. ഇതേ സമയം നമ്മുടെ ലോക്കി ഉള്ള കഴിവ് വെച്ച് ആ ഒരു മൊത്തം മൾട്ടിവേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധിക്കൊക്കെ. എന്നാൽ ഇത് കണ്ട് ലോക്കിയുടെ ഒരു സ്ട്രഗിൾ കണ്ടിട്ട് നമ്മുടെ ബിയോണ്ടർ ക്യാങ് ലോക്കിയുടെ അടുത്തിട്ട് ചെന്നിട്ട് പറയുവാണ്, ലോക്കി, ഇത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട്
ഇവിടെ ഞാൻ മതി. അവിടെ നിന്ന് അങ്ങനെ ബിയോണ്ടർ ക്യാങ് ആ ലോക്കിയുടെ പവറും കൂടെ അബ്സോർബ് ചെയ്ത് ലോക്കിയുടെ സ്ഥാനത്തിട്ട് ഇപ്പൊ ബിയോണ്ടർ ക്യാങ് വരുവാണ്. അങ്ങനെ മൊത്തം മൾട്ടിവേഴ്സും ഇല്ലാതാവുന്നതിനും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ ബിയോണ്ടർ ക്യാങ് അവർ മൊത്തം മൾട്ടിവേഴ്സ് ട്രീയുടെയും ഒരു കൺട്രോൾ ഏറ്റെടുത്തതിന് ശേഷം തന്റേതായ രീതിയിൽ അവിടെ പുതിയൊരു ലോകം സൃഷ്ടിക്കുകയാണ്. ബിയോണ്ടർ ക്യാങ് തന്റെ കയ്യിലുള്ള നെഗാബാൻസിനെയും 10 റിങ്സിനെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഡിവൈസ് തന്നെ സൃഷ്ടിക്കുകയാണ്. ആൻഡ് ആ ഒരു ഡിവൈസിന്റെ സഹായത്തോടെ അവസാന നിമിഷം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് നശിക്കാറായിട്ട് നിൽക്കുന്ന യൂണിവേഴ്സുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പുതിയൊരു ലോകം ഉണ്ടാക്കുന്നു. ഈ പുതിയൊരു ലോകം എന്ന് പറഞ്ഞാൽ ഒരുപാട് മൾട്ടിപ്പിൾ വേരിയൻസ് അടങ്ങുന്ന പല പല ലോകങ്ങളുടെയും പകുതി ഭാഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കിയെടുത്ത് ഈ ലോകത്ത് എർത്ത് 616 ഉണ്ട്, എർത്ത് 838 ഉണ്ട്, എർത്ത് 601 ഉണ്ട്, ആൻഡ് നമ്മുടെ വോയിഡും ഉണ്ട്. അങ്ങനെ ബിയോണ്ടർ ക്യാങ്ങിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പുള്ളി ഉണ്ടാക്കിയെടുത്ത ഒരു ലോകത്തിന് ക്യാങ് ഒരു പേരും കൊടുക്കുവാണ്, ബാറ്റിൽ വേൾഡ്. കഥയുടെ തുടക്കത്തിൽ ക്യാങ്ങിന് ഇഷ്ടപ്പെട്ട ഒരു ലോകത്തെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതായത് ക്യാങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിരുന്ന ഒരു ലോകം. ആ ഒരു ലോകത്തെ പുള്ളി ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ലോകത്തിലായിരിക്കുന്ന സൂപ്പർ ഹീറോസ് ആയാലും മനുഷ്യരായാലും അവരുടെ മെമ്മറീസ് എല്ലാം വാഷ് ഔട്ട് ചെയ്ത് അവരുടെ ശരിയായ ലോകത്തിന് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു മെമ്മറി ഒന്നുമില്ലാതെ ക്യാങ്ങിനെ അവരുടെ ഒരു ദൈവമായി കണക്കാക്കിക്കൊണ്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. എന്നാൽ ആ ഒരു ലൈഫ് റാഫ്റ്റിൽ രക്ഷപ്പെട്ട കുറച്ച് സൂപ്പർ ഹീറോസ് ഉണ്ടായിരുന്നില്ലേ, അവർക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത്, ക്യാങ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ചെറിയൊരു ധാരണയുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ഇനി വലിയൊരു മൾട്ടിവേഴ്സൽ റെവല്യൂഷനൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം ക്യാങ് തുറങ്കിലടയ്ക്കുവാണ്. ഐ മീൻ ജയിലിടുവാണ്. അതായത് തനിക്കെതിരെ ഇനി ആരും ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളൊരു പരിപാടിയാണ് ക്യാങ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലിറ്ററലി ഇപ്പോൾ ഈ ലോകത്തിൽ ക്യാങ്ങിന് ത്രെട്ടായിട്ട് ഒന്നും തന്നെയില്ല, ആരും തന്നെയില്ല. ഉള്ളവരെല്ലാം ക്യാങ്ങിനെ ദൈവമായിട്ട് കാണുന്നവർ മാത്രമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ക്യാങ്ങിൻ്റെതായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലോകത്തിൽ ആയിരിക്കുന്ന ക്യാങ് ഒടുക്കം നമ്മുടെ കഥയുടെ തുടക്കത്തിൽ കണ്ട ഒരു റോസാപ്പൂ പൂന്തോട്ടമില്ലേ, അങ്ങോട്ട് പോവുകയാണ്. അവിടെ പുള്ളിയെ കാത്ത് റവോണയുണ്ട്. റവോണയുടെ കയ്യിൽ ക്യാങ്ങിൻ്റെ മകനും ഉണ്ടായിരുന്നു. റവോണയും ക്യാങ്ങിനെ നോക്കി ചോദിക്കുവാണ്, ഈ ലോകം ഇതെങ്ങനെ തന്നെ നിലനിന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുവാണ്. അതിന് ക്യാങ്ങും റവോണയുടെ ആയിട്ട് തിരിച്ചു പറയുന്നു, ഫോർ ഓൾ ടൈം ഓൾവേസ് മൈ ലവ്. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ക്യാങ്ങിൻ്റെതായ ഭരണത്തിൽ ക്യാങ്ങിനെ എതിർക്കാൻ ആരുമില്ലാതെ ക്യാങ്ങിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ആ ലോകം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ക്യാങ് അസ്വസ്ഥനാണ്. എന്തോ ഒരു കാര്യം ആലോചിച്ച് പുള്ളിയുടെ മനസ്സ് വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് റവോണയും ഇത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ദിവസം റവോണയും ക്യാങ്ങിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഈ കാര്യം ചോദിക്കുവാണ്, എല്ലാം കൊണ്ടും സന്തോഷമായിരിക്കേണ്ട ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അസ്വസ്ഥനാണ്, എന്താണ് പ്രശ്നം? അതിന് ക്യാങ്ങും റവോണയുടെയായിട്ട് തിരിച്ചു പറയുന്നു, എനിക്കെതിരെ നിന്നവരെയെല്ലാം, എന്തിന് എനിക്കെതിരെ നിൽക്കാൻ ചിന്തിച്ചവരെ പോലും ഞാൻ തീർത്തു. ഇവിടെ ഇനി എൻ്റെ ലോകമായിരിക്കുമെന്നും എനിക്കെതിരെ നിൽക്കാൻ ആരും ധൈര്യപ്പെടില്ലെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ എനിക്ക് തെറ്റി. റവോണ, ഒരുത്തനെ ഞാൻ കണ്ടു, നമ്മുടെ ഈ ലോകത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറാൻ സാധിക്കാവുന്ന ഒരുത്തൻ. അവനെ തൽക്കാലത്തേക്ക് ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ഒരുമ്പിട്ടിറങ്ങിയ പിന്നെ നമുക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എങ്ങും തൊടാതെയുള്ള ക്യാങ്ങിൻ്റെ ഈ സംസാരം കേട്ടിട്ട് റവോണയ്ക്ക് സ്വാഭാവികമായി ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സംശയത്തോടെ തന്നെ അവൾ ക്യാങ്ങിനോട് ചോദിച്ചു, ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതിന് ക്യാങ്ങും തിരിഞ്ഞ് റവോണയെ നോക്കി. ആ മുഖത്ത് ചെറിയൊരു പേടിയാണ് വരുന്നത്. ആ ഒരു പേടിയോടെ തന്നെ ക്യാങ് റവോണയോട് പറഞ്ഞു, അവ വരുന്നുണ്ട്, ഡോക്ടർ ഡൂം.